സാരിയുടെ ഒരു കഥയുണ്ട് കേട്ടോ അതില്. ഈ സാരി ഉണ്ടല്ലോ, ഈ സാരിയുടെ ഭയങ്കര ഒരു വലിയ കഥ, അടി ഉണ്ടായ കഥയാണ് ഈ സാരി. ഞാൻ പറയാം, ഈ സാരി ആ ചേച്ചിയുടെ കല്യാണ സമയത്ത് മെഡ്രാസ് ഞങ്ങൾ അനുവിന്റെ കല്യാണ സാരി വാങ്ങാൻ പോയി മെഡ്രാസില്. അപ്പൊ അങ്ങനെ കുറെ പോത്തീസ് അവിടെ ഇവിടെ ഒക്കെ നോക്കി. അങ്ങനെ അനുവിന്റെ കല്യാണത്തിന് എനിക്ക് റെഡിനോട് ഭയങ്കര താല്പര്യമാണല്ലോ, ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ ഈ സാരി ഞാൻ അനുവിന്റെ കല്യാണത്തിന് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സാരി എടുത്തു. അനു എന്ത് ചെയ്തു, അനുവിന് പിന്നെ ഓബ്വിയസ്ലി പട്ടുസാരി ആയിരിക്കുമല്ലോ കല്യാണത്തിന്, അനു പട്ടുസാരി എടുത്തു. ശരിയാ, അനുവിന്റെ എൻഗേജ്മെന്റിന് ഇടാനാ ഞാൻ ഈ സാരി എടുത്തത്. ഓക്കെ, അപ്പോ ഞാൻ ഈ സാരിയൊക്കെ എടുത്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ചേച്ചി എന്ത് ചെയ്തെന്നറിയോ, ചേച്ചിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഈ സാരി എടുക്കാൻ പാടില്ല. അപ്പൊ ചേച്ചി എന്ത് ചെയ്തെന്ന് വെച്ചാ ഇന്ദ്രേട്ടന്റെ അടുത്ത് പറഞ്ഞു, കൊണ്ടോ അയ്യോ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാരി എടുക്കുന്നേ, അത് ഇടണ്ടാന്ന് പറ എന്ന് പറഞ്ഞേട്ടോ. അപ്പൊ ഇന്ദ്രേട്ടൻ നിന്റെ സാരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാരി കാണിച്ചു. ഭയങ്കര ട്രാൻസ്പെറന്റ് അല്ലേ, നീ എങ്ങനെ സാരി ഉടുക്കും, കുറെ പേര് വരുമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരിയോ, എന്നാ പിന്നെ ഞാൻ വേറെ സാരി എടുക്കാല്ലേ ഇന്ദ്രേട്ടാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് തന്നെ ഇതുമാതിരി പ്ലെയിൻ സാരി എന്തോ എടുത്തു. ഇതിന് നല്ല വർക്കുള്ള ബ്ലൗസ് ഞാൻ ഇട്ടു. അതെ കേക്ക്, അതെ ഞാൻ കഥ അങ്ങനെയല്ലേ ഞാൻ പറയട്ടെ. എന്നിട്ട് എന്തെയ്തെന്നറിയോ, അപ്പൊ ഈ സാരി അങ്ങനെ ഇരിക്കുകയാണ്, കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇനി അപ്പൊ വേറെ എന്തെങ്കിലും റിസപ്ഷനോ വല്ലതും കൊടുക്കാന്ന് മാറ്റി വെച്ചു. അനു എന്ത് ചെയ്തെന്നറിയോ, ഉടനെ സാരി എടുത്തു. എന്നിട്ട് അവളുടെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം, അതായത് മെഹന്തി ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനാണ് ഈ സാരി കൊടുത്തു. അപ്പൊ ഒരു പ്രശ്നമില്ല, അപ്പൊ സാരി ട്രാൻസ്പെറന്റും അല്ല ഒന്നും അല്ല. അപ്പൊ ഇന്ദ്രേട്ടന് നല്ല സാരി അനു കൊടുത്തപ്പോ, ഇതേ സാരി ഞാൻ കൊടുക്കാൻ വെച്ചപ്പോ നിനക്ക് കൊടുക്കാൻ പറ്റിയ ട്രാൻസ്പെറന്റ് അല്ലേ എന്ന്. എന്നിട്ട് അനു എടുത്തിട്ട് കൊള്ളാം ഇന്ദ്ര. അപ്പൊ അവര് തമ്മിൽ നേരത്തെ പ്ലാനിങ് ആണ് അവര്. എന്നിട്ട് കല്യാണത്തിന്റെ തലേ ദിവസം വീട്ടില് എനിക്കറിയാം എൻഗേജ്മെന്റ്. എന്നിട്ട് നമ്മള് രണ്ടുപേരും കൂടെ പോയി ജയലക്ഷ്മിയിൽ പോയി, ക്രീം കളറിലെ പട്ട് സാരി. ഇതാണ് ഈ സാരിയുടെ കാര്യമാണ്, അതാ ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടെന്ന്. അല്ലല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവള് നെറ്റ് സാരി ഒന്നും ഉടുക്കരുത് അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞത്, അങ്ങനെ എന്നെ എടുത്ത് മടക്കി വെച്ചു. പിന്നെ അവളെന്ത് ചെയ്തു, കല്യാണത്തിന്റെ തലേ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം. കല്യാണത്തിന്റെ തലേ ദിവസം അവള് ഇത് കൊടുത്തു. സാരിയൊക്കെ കൊടുത്ത് നല്ല ബ്ലൗസ് ഒക്കെ തെപ്പിച്ച് സാരിയൊക്കെ കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഒരു എന്നാ നീ എടുത്തോ, നീ എടുത്തോ, എനിക്ക് വേണ്ട. ഫോട്ടോ കൊണ്ടുവരാം. ഈ സാരിയാണ് രണ്ടാമത് എടുത്തത് എൻഗേജ്മെന്റിന് അന്ന്, ജയലക്ഷ്മി എൻഗേജ്മെന്റ് അന്ന് പൂർണ്ണിമയുടെ എൻഗേജ്മെന്റ് ഫോട്ടോയാ അത്. ഞാനിത് ആക്ച്വലി ഇത് എൻഗേജ്മെന്റിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാ സാരി. പിന്നെ അവസാനം ആ സാരി കൊടുക്കും. അങ്ങനെയാണ് ഈ സാരിയുടെ കഥ. അതുകൊണ്ട് ഈ സാരി എപ്പോഴും എടുക്കുമ്പോ കഥ ഓർമ്മ വരും. എന്നിട്ട് അതുപോട്ടെ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ഞാനും ചേച്ചി അട്ടി 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 എന്ന് പറഞ്ഞ ചേച്ചി ഇങ്ങനെ മെഹന്തിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഒരു ബെഡ്റൂമിലാണ് കിടക്കണേ. ശരിക്കും ചേച്ചിക്ക് വേറെ ബെഡ്റൂം, എനിക്ക് വേറെ ബെഡ്റൂമാ. പക്ഷെ അന്ന് ജന്മം ചെയ്ത് അനുവിന്റെ ബെഡ്റൂമിൽ കിടക്കൂല, എന്റെ കൂടെ കിടക്കണം. ഞാൻ മെഹന്തി ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, നീ നിന്റെ റൂമിൽ പോയി കിടക്കും. പിറ്റേ ദിവസം കല്യാണമാണ്, രാത്രി 12 മണിക്ക് അടിയാ. അപ്പൊ ചേച്ചി ഒന്നല്ല, എനിക്ക് നിന്നെ ഇന്നും കൂടെ ഇല്ലേ കൂടെ കിടക്കാൻ പറ്റുമോ എന്നിങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, രാവിലെ ആകുമ്പോ മൈലാഞ്ചി മൊത്തം എന്റെ മുഖത്തിരിക്കും. മൈലാഞ്ചി ഇട്ടോണ്ട് അപ്പൊ രാവിലെ മൊത്തം എന്റെ മുഖത്തിരിക്കും മൈലാഞ്ചി. അപ്പൊ വേണ്ട, നീ നിന്റെ റൂമിൽ പോയി കിടന്നാൽ മതി. പിന്നെ കട്ടില് രണ്ടുപേരും ഇങ്ങനെ നിക്കുക, വഴക്കുണ്ടാക്കും, ഞാൻ ഇവിടെ കിടക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തലേ ദിവസം വരെ ഞങ്ങൾ അടിയായി. പിന്നെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഭയങ്കര കരച്ചിലും വിളിച്ചിലൊക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേ ചേച്ചി ട്രിവാൻഡ്രത്തേക്ക് പോവായിരുന്നില്ലേ, അപ്പൊ ഭയങ്കര കരച്ചിലും വിളിച്ചിലൊക്കെ ആയിരുന്നു. ഇനി തുടങ്ങാം നമ്മുടെ മറ്റേ ജിഗ ജിഗ സാരീസ്, മിനുക്ക് സാരീസ്. ഇനി എല്ലാം ജിഗ 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 സാരീസ് ആണ്.
ഇതല്ല ഏട്ടാ, കൊറേ ഉണ്ട് വേറെ സാരീസ് കസവുകളൊക്കെ. എല്ലാം പിന്നെ നമ്മള് കാണിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അത് എല്ലാം കാണിച്ച ഓരോ കഥ പറയാനും പറ്റൂല. പിന്നെ ഇത് തന്നെ പാതി ഫുൾ ആയിട്ട് കാണിച്ച് പറയാൻ പറ്റൂല. കുറച്ച് കുറച്ച് കാണിക്കും. ഓക്കെ. വേറൊരു കാര്യം അറിയോ ദില്ലു? ഈ ഓൾമോസ്റ്റ് ഈ സാരീസ് ഒക്കെ അരമണിക്കൂറൊക്കെ കൊടുത്തിട്ടുള്ളൂ. അരമണിക്കൂർ. കാരണം സീരിയലൊക്കെ പെട്ടെന്ന് ഷോർട്ട് 6-7 സാരി മാറ്റുമല്ലോ. അങ്ങനെ മാറ്റിയുള്ള സാരീസ് 3-4 വാർഡ്രോബ് നിറയെ സാരീസ് ഫാൻസി സാരീസ്. അതെന്താ അറിയോ, ഒരു വാർഡ്രോബ് ഒരു ഷെഡ്യൂൾ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂൾ വരുമ്പോ അടുത്ത വാർഡ്രോബ് റിപ്പീറ്റ് വരാതിരിക്കാൻ. അങ്ങനെയാ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് മടക്കി വയ്ക്കും. പിന്നെ ഇതൊക്കെ എടുക്കുമ്പോ കൊറേ സീക്വൻസ് ഒക്കെ താഴെ വീഴും. ബെഡ് മുഴുവൻ സീക്വൻസ് അതാണ് കാണിച്ചിട്ടില്ല. ഈ സാരി ഓർമ്മയുണ്ടോ? ഇല്ല. ഇത് ഓർമ്മയില്ല. ഇതെനിക്ക് നമ്മുടെ റിസപ്ഷൻ ഇട്ടാണ്. കാരണം ഇത് അതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് നമ്മുടെ റിസപ്ഷന്, കല്യാണ റിസപ്ഷന് ഞാൻ കൊടുത്ത സാരി. നല്ലല്ലേ? ഇത് ഓർമ്മയുണ്ട്. ഇത് അനു ഡിസൈൻ ചെയ്തതാ കേട്ടോ. ഓക്കെ. നല്ലല്ലേ? അപ്പൊ അന്ന് പക്ഷെ പ്രാണയില്ല, അന്നേ ഡിസൈനിങ് ഒക്കെ ചെയ്ത. ഓക്കെ. ഇത് അങ്ങനത്തെ സാരിയാണ്. നല്ലത്. നൈറ്റ് വെയറിന് ബെസ്റ്റ്. ഇതിന് വേണേ ഫോട്ടോസ് ആയിരിക്കും. ഇത് 11 വർഷമായി ഞാനിപ്പോ സാരി എന്റെ കയ്യിലിരിക്കുന്നു. അല്ലേ? അന്ന് കൊടുത്തത്. അതെ. പിന്നെ ഉടുത്തിട്ടേ ഇല്ല അത്. ഇതും വ്ളോഗിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. ഇത് ഞാൻ രാജുവിന്റെ കല്യാണത്തിന് റിസപ്ഷന് കൊടുത്ത സാരി. ഓക്കെ. രാജുവിന്റെ കല്യാണ സമയത്ത് റിസപ്ഷൻ നല്ല ലാവൻഡർ കളർ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഈവനിംഗ് വെയർ സാരീസാ. ഇത് റിസപ്ഷൻ വെയർ, അതൊക്കെ നൈറ്റ് വെയർ സാരീസാ. ഓൾ മിനുക്കുള്ള. ഇത് എന്താ ചെയ്യാറിയോ, സാരിയായിട്ട് ഉടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൽവാർ ആയിട്ടൊക്കെ ഇത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ ഇത് എനിക്ക് സാരി ആയിട്ട് ഇട്ടിരിക്കുന്ന തന്നെയാ ഭംഗി. പിന്നെ മാറ്റി ഉടുക്കാലോ. അല്ലേ? മമ്മിക്ക് ഇങ്ങനത്തെ കൊടുത്തൂടാ മമ്മി? അമ്മക്ക് വെയിറ്റ് നോക്കാൻ വയ്യ. ഇത് വെയിറ്റ് ആണോ? കണ്ടാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ഫുൾ ഈ വർക്ക് അല്ലേ, സ്റ്റോൺ വർക്ക് അല്ലേ. പട്ടുസാരിയേക്കാൾ വെയിറ്റ് ആണ് ഇങ്ങനത്തെ സാരീസ്. ഇത് ഭയങ്കര വെയിറ്റ് ആണല്ലോ. ഉടുക്കുമ്പോ ആലോചിക്കാതെ ഫുൾ സ്റ്റോൺ വർക്ക്. ഒരു 3-4 കിലോന്റെ മുകളിൽ കാണും. ഫുൾ സ്റ്റോൺ വർക്ക് അല്ലേ. ഇത് എന്റെ ഫേവറേറ്റ് സാരിയാണ്. ഇത് ഉടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രസികൻ മൂവിയിൽ കൊടുത്തിട്ടുണ്ട് ഈ സാരി. ഇനി ആൾക്കാർ അത് തപ്പു കേട്ടോ. രസികൻ മൂവിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരും ആരെങ്കിലും ഒക്കെ. ഇത് രസികൻ മൂവിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് എന്താ അറിയോ, എല്ലാ കളേഴ്സും ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ജയലക്ഷ്മിന്നാണോ കല്യാൺസിനാണോ എടുത്തെന്ന് ഓർമ്മയില്ല. പക്ഷെ ജയലക്ഷ്മി അല്ലേ. ഇത് കണ്ടോ, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും. ഇത് കേട്ടോ, ഇതൊക്കെ നമ്മള് ഷൂട്ടിങ്ങിന് വേണ്ടി വാങ്ങിച്ചാണ്. നല്ല ഭംഗിയല്ലേ? ഇതൊക്കെ ഏതെങ്കിലും സീരിയൽ ഇട്ട് കാണുമല്ലേ? പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇങ്ങനെ സാരീസ് ഉപയോഗിച്ച ബാലഗണപതിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുമാതിരി അനു മഴവിൽ മനോരമയിലെ ജഡ്ജായിട്ട് പോയി, അപ്പൊ അനു കൊടുത്തിട്ടുണ്ട്. ഈ സാരിയോ? ഇത് ആക്ച്വലി ഇത് അനുവാണ് വാങ്ങിച്ചത്. നല്ല ഭംഗിയല്ലേ? ഇത് ഡബിൾ ഷെയ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെ കൊടുക്കാം, മറ്റേ ബ്ലൂ മേളിൽ വരും, പച്ച ഇങ്ങനെ കൊടുക്കാം. പക്ഷെ എനിക്ക് കളർ നല്ല കളറാണ് ക്യാമറയിൽ കാണുമ്പോൾ, അല്ലേ? അപ്പൊ ഇത് അങ്ങനത്തെ, ഇതും ഫുൾ നെറ്റാ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഉടുക്കാം. ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. എങ്ങനെയെങ്കിലും ഞങ്ങൾ സാരി എടുക്കാൻ പോയാൽ കറങ്ങി തിരിന്ന് ഒന്നില്ലെങ്കിൽ റെഡ് വരും, അല്ലെങ്കിൽ ബ്ലാക്ക് വരും. അത് മമ്മി ഞാനും കൂടെ പോയാൽ മമ്മി ബ്ലാക്ക് എടുക്കും, ഞാൻ റെഡ് എടുക്കും. അങ്ങനെയാ. എത്ര ഇവിടെ തന്നെ 3-4 ബ്ലാക്ക് ഉണ്ട്. ഇതും അതുമാതിരി അനുവിന്റെ ഏതൊരു ഫംഗ്ഷന് വേണ്ടി എടുത്ത സാരിയാണ്. ഇതും നല്ല. ഇത് ഞാൻ ഒരു കല്യാണത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണോപ്പയുടെ ഫാദറിന്റെ ബ്രദർ ആണ്. കണ്ണോപ്പയുടെ മോന്റെ കല്യാണത്തിനായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ സാരി. അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് എങ്ങനെയാന്നറിയില്ല, എപ്പോഴും എനിക്ക് വരുന്ന സീരിയൽ ക്യാരക്ടേഴ്സ് റിച്ച് ഫാമിലിയിലെ വില്ലത്തി ആയിട്ടാണ് എപ്പോഴും വരിക. അപ്പൊ ആ ഒരു പ്രിയ റിച്ച്നെസ് കൊടുക്കണം. റിച്ച്നെസ് ഞാൻ അതിനു വേണ്ടി എന്തോരം സാരീസ് വാങ്ങണം എന്നറിയോ, ആ റിച്ച്നെസ് തോന്നാൻ. അത് ഏത് ഒരു സീരിയല് ഞാനും സുധാ ചന്ദ്രനും ആയിരുന്നു. അവരുടെ സാരി ഭയങ്കര. സുധ ചേച്ചിയുടെ കാര്യം പറയാനാണെങ്കിൽ സാരീസാ
ആൻഡ് ഷീ വെയർസ് ഓരോ സാരിക്ക് മാച്ച് ചെയ്ത് കമ്മലും മാല ഒക്കെ ഓരോരോ പെട്ടിയായിട്ടാ കൊണ്ടുവരുന്നത്. അപ്പൊ എന്റെ അമ്മായിയമ്മയായിട്ടായിരുന്നു സുധാചന്ദ്രൻ. അയ്യോ ഭയങ്കരമായിരുന്നു. അത് ഏത് ആദ്രം എന്ന് പറഞ്ഞ സീരിയല് ഏഷ്യാനെറ്റില്. ഇത് ആക്ച്വലി ഒരു മറ്റേ മെഹന്തി ഫംഗ്ഷൻസിനും അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ വെഡിങ്സിനും ബീച്ച് വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ സംഭവം. അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഉള്ള സാരി. പക്ഷെ അതിൽ അഴുക്കായി തോന്നുന്നു കേട്ടാ. അത് താഴെ ചവിട്ടി ഹീൽസ് ഇട്ടിട്ട് ചവിട്ടിയിട്ടേ അങ്ങനെ വന്നതായിരിക്കും. അഴുക്കല്ല, ലൈറ്റിന്റെ കളറാന്ന് തോന്നുന്നു. ആ ഓക്കെ ഓക്കെ, ഞാൻ അഴുക്കായതാന്ന്. ഇതൊന്നും അഴുക്കല്ലേ? ആ കണ്ടാ നോക്ക്, കണ്ട അത് അഴുക്കാ. ഈ സാരി നല്ല ഭംഗിയുണ്ട്. പക്ഷെ അതാണ് നമുക്കത് കളയാൻ തോന്നാത്ത. ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഷൂട്ടിന് കൊടുക്കാന്ന് വെച്ച് മാറ്റി വെക്കും. അന്ന് അങ്ങനെ ഇരിക്കും സാരി. എന്നിട്ട് മമ്മി പറയും നീ എടുത്തോണ്ട് പോ. ഇതൊക്കെ എവിടെ കൊടുക്കാനാന്ന്. ഇത് കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും എല്ലാം കൂടെ റൂമിൽ കയറ്റാനുള്ളതാ. ഞാൻ അന്ന് വന്ന റൂമില്ലേ ഒതുക്കി വെച്ചിരിക്കുന്ന അവിടെയാണ് എന്റെ ഈ സാരീസ് ഒക്കെ ഇരിക്കുന്നത്. അത് ഞാനിപ്പോ അങ്ങോട്ട് എടുത്തു കൊടുത്താണ്. പക്ഷെ ഇതൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ അല്ലേ, ഈ നെറ്റ് പോലത്തെ മെറ്റീരിയല്. ഇത് ഉടുക്കാൻ സൗകര്യം നെറ്റ് മരുന്ന് ഫാബ്രിക്, അധികം വെയിറ്റ് ഇല്ലല്ലോ. പക്ഷെ ഉള്ളി തിങ്സ് കുത്തില്ലേ? ആ ചിലതൊക്കെ വാക്കൊക്കെ കുത്തും. പക്ഷെ നമ്മളൊക്കെ അത് യൂസ്ഡാ. മമ്മിക്കൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഇറിറ്റേഷൻ ആവും. മമ്മിക്ക് കോട്ടൺ സാരീസ് ഒക്കെ കൂടുതലും പറ്റുള്ളൂ. ഇത് വന്നിട്ട് ഇതും ഏതോ നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടി വാങ്ങിച്ചതാ. എല്ലാ സീരിയൽ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഫാൻസി സാരീസ് ആണ്. അതെ, ചിലതൊന്നും വാങ്ങിയിട്ട് ഉടുത്തും കാണില്ല അല്ലേ? ഇത് കണ്ടോ, എന്റെ ബ്ലൗസ് പീസ് വരെ കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഉടുക്കാതെ സാരിയാ? ഉടുത്തൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതിന്റെ ബ്ലൗസ് പീസ് ആയത് ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അതെ. അപ്പൊ ഇതാ ഇങ്ങനെയാ സാരി വരുന്നത്. സാരി മമ്മിക്ക് കാണിക്കുന്നതിന് മടക്കി വെക്കണം. ഇങ്ങനെ വരും സാരി. ഓക്കെ, ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ്. നൈസ് നൈസ്. ഇതാണ് ബ്ലൗസ് പീസ്. ഓക്കെ, ഇങ്ങനെ വരും സാരി. വാങ്ങിച്ചോന്ന് അറിയോ മമ്മി? ഇതൊക്കെ എന്തൊരു വെയിറ്റ് ചെയ്ത് ഭയങ്കര വെയിറ്റ്. കണ്ടാലേ അറിയാം, ആ സൗണ്ട് കേൾക്കുമ്പോ അറിയാം ബെഡിലൊക്കെ ഇടുമ്പോ. ഭയങ്കര വെയിറ്റ് ചെയ്ത്. ഇത് ഫുൾ ഇങ്ങനത്തെ വർക്ക് ഉള്ളതാണ് സാരി. നല്ല വെയിറ്റ് ഉള്ള സാരി ഇത്. എനിക്ക് ഓർമ്മയില്ല ഇത് എന്തിനാണ് വാങ്ങിച്ചത്. എന്തൊരു തിളക്കമായിരിക്കും ഇതൊക്കെ. നല്ലതല്ലേ? ഇതൊക്കെ നൈറ്റ് വെയർ സാരീസ്. അല്ലാതെ രാവിലെ ഒന്നും ഇട്ടോണ്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്ക് അങ്ങനെ ഒരു ക്ലോസ്ഡ് ഫംഗ്ഷൻ ആയിരിക്കണം. ഈവനിങ് ഫംഗ്ഷൻസിന് പറ്റിയ സാരീസ്. അടുത്തത് ഇത് എന്താ പറയാ, സ്കിൻ കളർ സാരി. ഓക്കേ, ഇതിനെ പറയുന്നത് എന്താ പറയാ, സ്കിൻ ടോൺ സാരി. ഓക്കേ കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ ഫുൾ വർക്ക് ഉള്ള സാരീസ് ആണ്. ഇതും ഇതുമാതിരി പാർട്ടി വെയർ സാരി, സീരിയലിന് വേണ്ടി വാങ്ങിച്ച സാരിയാ. നിങ്ങൾ ഇനി ഇത്രയും സാരി കാണുമ്പോ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി എന്ന് എല്ലാരും പറഞ്ഞാ ആ സാരി ഞാൻ അടുത്ത വ്ളോഗിൽ കൊടുക്കുന്നു. അടുത്ത സാരി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്ളോഗിൽ കൊടുക്കാം കേട്ടോ. എല്ലാരും പല പല സാരീസ് ആയിരിക്കും പറഞ്ഞു. അത് ഇതൊന്നും ഉപയോഗിക്കാത്ത സാരീസാ. സത്യം പറഞ്ഞോണ്ടല്ലോ, ഈ സാരിയുടെ നമ്മളൊരു സെയില് വെച്ചാ അല്ലേ എല്ലാം പറ്റൂ. ഞങ്ങളുടെ വിമൻസ് അസോസിയേഷൻ ഹാളിലെ ഇങ്ങനെ ഓൾഡ് തിങ്സ്, നമ്മൾ യൂസ് ചെയ്യാത്ത തിങ്സ് കൊണ്ടുവന്ന് വെച്ച് വിൽക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രിയ, നമുക്ക് ഒരു തുച്ഛ വില ഇട്ടിട്ട് ഈ സാരീസ് ഒക്കെ വയ്ക്കാം, വിറ്റ് കൊടുത്ത് വിൽക്കട്ടെ. ആ എമൗണ്ട് നമുക്ക് അവിടെ ഡൊണേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സീസൺ വന്നാ പിന്നെ എത്ര പൈസ വേണ്ടി വരും? സാരീസ് വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഭയങ്കര പിന്നെ 10 വർഷമായി അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. അതെ, പക്ഷേ ഇതുമാതിരി സീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമോ മഴവില്ലോ ഒക്കെ ജഡ്ജ് ചെയ്യാൻ അനുവിന് വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അനു പറഞ്ഞു എനിക്ക് സാരി വേണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല, എപ്പോഴാ വേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇനി മമ്മീനെ ജഡ്ജായി വിളിച്ച് എന്ത് ചെയ്യും? മമ്മിക്ക് ഇതുപോലത്തെ സാരീസ് ഒക്കെ വേണ്ടേ? ഈ സാരി ഇത് പാത്തുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിച്ച സാരിയാ.
ഫസ്റ്റ് ബർത്ത്ഡേക്ക് കൊടുക്കും. അതായത് ഇത് 18 years ആയി. 19 ഫസ്റ്റ് ബർത്ത്ഡേ സോറി 18 years ആയി. 18 years ആയില്ലേ? 18 വർഷമായി സാരി. ഷോ Can you imagine? എന്നിട്ട് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. എവിടെയെങ്കിലൊക്കെ എലിയൊക്കെ കറണ്ട് കാണും ചിലപ്പോ. പിന്നെ എല്ലാം പെട്ടിക്കകത്തല്ലേ വെക്കുന്നത്. എലി എങ്ങനെ കറണ്ട്? പെട്ടിയിലൊക്കെ എലി കയറും. വലിയൊന്നും കറണ്ടില്ല. ഞാനും ഉണ്ടായിട്ട് എത്ര നേരം ഇങ്ങനെ അനങ്ങാതെ ഞാൻ സ്റ്റാച്യൂനെ പോലെ നിൽക്കുന്നത് ഇവിടെ. ഇതൊക്കെ ഞാൻ ബാലഗണപതിയിൽ കൊടുത്ത സാരിയാണ്. ഓക്കെ. ഇതൊക്കെ ഡിസൈനർ വെയർ സാരീസാ. കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാരി. ഓക്കെ. എനിക്ക് എല്ലാ സാരീസും എന്റെ ഭയങ്കര ഇഷ്ടം. ഉടുക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. സെലക്ട് ചെയ്യുന്നേ. ഉടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉടുത്ത കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം. ഉടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്രേ. ഇത് കണ്ടോ ഇതിന്റെ വർക്ക് ഇങ്ങനെ വരും. നല്ല രസമുണ്ട്. വെറൈറ്റിയാ. വെറൈറ്റി പക്ഷെ ഇതൊന്നും ഇപ്പൊ കൊടുത്താൽ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് ആരും പറയില്ല. ഇങ്ങനത്തെ സാരീസ് ഒക്കെ എപ്പോഴും ട്രെൻഡിലായിരിക്കും. ട്രെൻഡിങ്ങിലായിരിക്കും ആക്ച്വലി. ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു നല്ല ഡിസൈനർ വെയർ. ഇതിന് വേണമെങ്കിൽ യു ക്യാൻ വെയർ എ ബ്ലാക്ക് സ്ലീവ്ലെസ് ബ്ലൗസ് ഓർ എനി പിങ്ക് കളർ സ്ലീവ് വേണമെങ്കിൽ പിങ്ക് കളർ ബ്ലൗസ്. ഞാൻ സ്ലീവ്ലെസ് ബ്ലാക്കിന്റെ കൂടെ ഇടാം. നല്ലല്ലേ? ഇത് വേണമെങ്കിൽ ഇപ്പോ മമ്മി ഉടുക്കും. പാത്തുവിന്റെ ബോഡി ആയിരുന്നു അന്ന് എനിക്ക് ആ ഷേപ്പ്. ഇപ്പൊ ഉടുക്കാൻ പറ്റും പാത്തുവിന്. ഒരു 2 മാസത്തിൽ ഇതൊന്നും എടുത്ത് കാണിക്ക് പറയാ. ആ ഗോൾഡ് ജിമ്മി വന്നാ മതി. ഇത് അവനു ഡിസൈൻ ചെയ്ത സാരിയാണ്. പറ്റുന്നില്ല, ഇത് പിടിച്ചു നോക്കതില്ല. എന്റെ അമ്മേ, ഓ ഇത് നല്ല വെയിറ്റാ. ഇത് ക്ലോസ് ടു ഒരു 7 കിലോ 6 കിലോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഇത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റിലെ ക്യാബിൻ ബാഗേജ് ഫുള്ള്. എന്ത് ചെയ്യൂലേ? ഇത് വെയിറ്റ് സാരിക്ക്. ഇത് ഫുൾ സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് കണ്ടോ. ഇതൊക്കെ പക്ഷെ ചീപ്പാണ് എക്സ്പെൻസീവ് ആയിരിക്കും ആണല്ലേ? ഇങ്ങനത്തെ സ്റ്റോൺ വർക്ക് ഉള്ള സാരീസ് എന്തോന്ന് ഇത് ഇതുവരെ സ്വറാസ്കി മ്യൂസിയത്തിൽ പോയതുപോലെയാണല്ലോ. ഇങ്ങനത്തെ സ്റ്റോൺ വർക്ക് ഉള്ള സാരീസ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഓക്കേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ ഒരു ഇത്ര കാശ് കൊടുത്ത് വാങ്ങണല്ലേ നമ്മള്. അപ്പൊ ഒരു എത്ര നമ്മൾ എടുക്കാൻ നോക്കും അല്ലെ? മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. പക്ഷെ അത് ഉപയോഗിച്ചിട്ടും ഇല്ല. എന്താ അറിയോ, നമ്മൾ ഓരോ സീരിയലിലും എടുത്ത സാരി വേറൊരു സീരിയലിൽ എടുക്കുമ്പോ ഇവര് നമ്മുടെ സാരീസ് ഒക്കെ നോട്ട് ചെയ്യും. എന്നിട്ട് വേറെ സീരിയൽ എടുക്കുമ്പോ ഇത് ആ സീരിയലിൽ ഇന്ന സീനിൽ എടുത്ത സാരി അല്ലേ പ്രിയ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഉടനെ അങ്ങനെ തന്നെ മിക്സ് ചെയ്യാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണ്ടേ ഓരോ സീരിയൽസിനും. അപ്പൊ അങ്ങനെ കുറച്ച് വാങ്ങും നമ്മൾ സാരീസ്. അപ്പൊ ഇത് അങ്ങനെ ഏതൊരു സീരിയലിന് വേണ്ടി വാങ്ങിയ സാരി. അനുവിന്റെ ഇതിലൊരു ഷൂട്ടിനെ വാങ്ങിയ സാരി അത്. നല്ല ഭംഗിയായത്. സ്കൈ ബ്ലൂല് ഇങ്ങനെ പ്ലെയിൻ ആണ്, ബ്ലൂ ആണ്, പക്ഷെ ഒരു ബ്ലൂ കളർ വർക്ക് വരും. ഇത് തന്നെ പ്ലെയിൻ ബ്ലൗസിൽ ഇവിടെ വർക്ക് വരും. അപ്പൊ കൂടുതലെല്ലാം ഇതല്ലേ? ഓക്കെ. ഒന്നില്ലെങ്കിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ സീക്വൻസ് കാണും മിക്ക എല്ലാം ഇങ്ങനത്തെ സാരീസ്. അതേപോലെ ക്യാമറയിൽ കാണുമ്പോഴേ ഭംഗിയായിട്ടിരിക്കും. റിച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ആവുമ്പോ കുറച്ച് ജിഗ വേണമല്ലോ. അപ്പൊ ഇങ്ങനത്തെ ജിഗ തോന്നിക്കണമെങ്കിൽ ഇങ്ങനത്തെ സാരീസ് കോട്ടൺ സാരീസ് ട്രെൻഡിങ് വരുന്നുണ്ട്. ഇത് കൊള്ളാലോ. ഇത് മമ്മിയുടെ ഒരു ടൈപ്പ് സാരി പോലെ ഉണ്ടല്ലോ. ഇത് മമ്മിയുടെ സാരി തന്നെയാ. മമ്മിയുടെ സാരി തന്നെയാ. മമ്മി ഇങ്ങനത്തെ കൊറേ സാരികൾ ഉപയോഗിക്കും, ബ്ലാക്ക് ഉള്ളതൊക്കെ. അതെ, മമ്മി ബ്ലാക്ക് കണ്ടോ, റെഡ് കണ്ടോ, ബ്ലാക്ക് റെഡ്. മമ്മി ഇങ്ങനത്തെ കൊറേ സാരീസ്. ഇത് മമ്മിയുടെ സാരീസ്. ഓക്കേ. പിന്നെ ഇത് മമ്മിയുടെ സാരിയാണ്. കസവല്ലേ? ഓക്കേ. ഇത് മമ്മിയുടെ സാരിയാണ്. കൊള്ളാം, നൈസ്. പിന്നെ ഇനി ഏതാ, ഇനി നമുക്ക് വേറെ ഇനി കൊറേ വ്ലോഗ് കഴിഞ്ഞിട്ട് ഒരു വ്ലോഗിൽ ഇനി ബാക്കി സാരീസ് കാണിക്കാം. ഈ സാരി ഹൈദരാബാദില് എന്തിനാണ് എടുത്തത്? ഹൈദരാബാദിൽ ഷൂട്ടിന് പോയപ്പോ എടുത്തതാ. നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. മറ്റേ ഇതിന്റെ ബ്ലൗസിന്റെ ഭംഗി കണ്ടിട്ട് എടുത്തതാട്ടോ സാരി. ഇതിന്റെ ബ്ലൗസ് ഫുൾ ഇതുമാതിരി സ്റ്റോൺ വർക്കാ. ഭയങ്കര ഭംഗിയാ കാണാൻ. പാട്ടിന് എവിടെയാ? എനിക്ക് ഓർമ്മയുണ്ട്. എവിടെയാ? ഹൈദരാബാദിലെ ഒരു സോങ് ഷൂട്ടിന് നമ്മള് സാരി.
ഇനി ഈ സാരി ഇതും എനിക്ക് ഭയങ്കര ഇത് കൊടുത്തതാ എന്തിനായിരുന്നു ഇത്? മമ്മീന്റെ സാരിയാ. ഓ മമ്മി അത്രയും ട്രെൻഡിങ് ആയിരുന്നു മമ്മി അന്ന്. സാരി മമ്മി എടുത്തിട്ട് വന്നിട്ട് ഞാനും അവനും അടിയായിരുന്നു. ഈ സാരി എനിക്ക് താ, ഈ സാരി എനിക്ക് താന്നത്. ഭയങ്കര നല്ല സാരി അല്ലേ ഇത്? കണ്ടോ 3 കളേഴ്സ് ആണ് ഇത്, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് ആണ് ഏറ്റവും ഭംഗി. ഒരു ബ്ലാക്ക് ബ്ലൗസാ വർക്ക് വെച്ചിട്ട്. അതെ, ഇതും എപ്പോഴും എന്താ പറയാ ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല ഈ സാരി. ഏത് കാലത്ത് വേണമെങ്കിലും കൊടുക്കാം. ആൻഡ് വെരി ലൈറ്റ് വെയിറ്റ്, നല്ല കളർ. ഇത് മമ്മിയുടെ സാരിയാണ്. എല്ലാവർക്കും ചിലപ്പോ ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇത് കൊടുക്കാൻ പറയരുത്, കാരണം ഇത് ഓൾറെഡി കൊടുത്താന്ന് തോന്നുന്നല്ലേ? ഞാൻ ഓൾറെഡി കൊടുത്തതാണ് കുക്കറി വ്ലോഗിൽ. പിന്നെ അതില് നോർമൽ ഉണ്ടല്ലോ. ഇത് കൊടുത്തതാ? ഇത് കൊടുത്തതാ ആണോ? ഇതും ഒരുമാതിരി കളർ ഷെയ്ഡ് വരുന്ന, ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് സാരി. ഇത് ഇവിടെ ഓറഞ്ച്, പിങ്ക്. ഇത് ഭയങ്കര പ്ലെയിനാ. ഇത് സീരിയലിൽ കൊടുക്കും ഇത്? പക്ഷെ ഇങ്ങനത്തെ പ്ലെയിൻ സാരീസ് കൊടുക്കുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ബ്ലൗസ് ഹെവി ആക്കണം. എന്നുവെച്ചാൽ സാരി പ്ലെയിൻ, ബ്ലൗസ് ഹെവി ആക്കണം. ആൻഡ് ഈവൻ സാരി ഭയങ്കര ഹെവി ആകുമ്പോ ബ്ലൗസ് പ്ലെയിൻ ആകും, എന്നാലേ സാരി എടുത്ത് കാണുള്ളൂ. അങ്ങനെയാണ്. അപ്പോ ഇത് അങ്ങനത്തെ ഒരു പ്ലെയിൻ സാരി. ബാലഗണപതി സീരിയലിൽ ഞാൻ കുറെ പ്രാവശ്യം ഈ സാരി കൊടുത്തിട്ടുണ്ട്. അതാ സീരിയൽ കാണുന്നവർക്ക് അറിയില്ല. റിപ്പീറ്റ് ആയിട്ട് തന്നെ ഞാൻ ഈ സാരി കുറെ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പിങ്ക് ആണെങ്കിലും ഭയങ്കര അട്രാക്റ്റീവ് ആ. അത് എനിക്കിപ്പോ ഫോണിൽ കൂടെ നോക്കുന്നുണ്ട് അറിയാം സ്ക്രീനിൽ എങ്ങനെയായിരിക്കും. നല്ലതല്ലേ? അപ്പൊ ഈ സാരി ബാലഗണപതി സീരിയലിന് വേണ്ടി ഞാൻ എടുത്ത സാരി. ഓക്കെ. ലാസ്റ്റ് ആയിട്ട് ഏത് സീരിയൽ ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? ബാലഗണപതി ആണോ? അത് കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ ഇവിടെ വന്ന പിന്നെ പ്രഗ്നന്റ് ആയി. ബാലഗണപതി പോലെ കൊറേ സാരീസ് ഡാമേജ് ആയി കാണും. ഇത് അനുവിന്റെ ഇതൊരു പാവപ്പെട്ട ഒരു ക്യാരക്ടർ, തമിഴ് സീരിയലിലും ആയിരിക്കും. ഇതൊരു പാവപ്പെട്ട ഒരു ക്യാരക്ടറിന്റെ വാങ്ങിച്ച സാരിയാണ്. കളർ പോയി ഇതിന്റെ. ഇതെന്താ മമ്മി ഓരോന്ന് പുതിയത് എടുത്തോണ്ട് വരുന്നു. മതി ഇനി കഥ പറയാൻ വയ്യ. അടുത്ത സാരീസ് അത് കൊള്ളാം. അതൊരു സാരിയാ. ഇതും ഇങ്ങനെ ഡബിൾ ഷെയ്ഡഡ് സാരിയാ. ഓക്കേ. ഇങ്ങനെ വരും. അത് കൊള്ളാം. അല്ല അല്ല ഒമ്പോ എടുക്കുന്നുണ്ട് സാരി. ഇങ്ങനെ വരും. ഓക്കേ. അത് കൊള്ളാം. ഇത് നോക്ക് കട്ടില് കാണിച്ച്. പിന്നെ ഇത് ബാന്തിനി സാരി. ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് ബ്ലോഗില്. ഇല്ല, ഇത് പണ്ടം കണ്ടു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കൊടുത്തിട്ടില്ലേ ബ്ലോഗില്? ഞാൻ ഇല്ല. നീ ഇഷ്ടമായി ബാന്തിനി സാരി എന്ന് പറയും. ഇത് എല്ലാ പ്രായക്കാർക്കും കൊടുക്കാം. അമ്മയ്ക്ക് കൊടുക്കാം, എനിക്ക് കൊടുക്കാം. ഇതിന്റെയും ബ്ലൗസ് ഭയങ്കര ഹെവി വർക്ക് ബ്ലൗസാണ്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് വേറെ ഇരിക്കുന്നുണ്ടോ എല്ലാം? പിന്നെ അത് വേറൊരു പെട്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഇനി കോട്ടൺ സാരീസ് ഉണ്ട് കൊറേ ഉണ്ടല്ലേ? അത് പക്ഷെ വേറെ പെട്ടിക്ക വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ അടുത്തൊരു വ്ളോഗിൽ കോട്ടൺ സാരി കളക്ഷൻസ് എന്ന് പറഞ്ഞ് കാണിക്കാം. അത് മമ്മിയുടെയും കുറെ ഉണ്ടല്ലോ. മമ്മിയുടെ ഉണ്ട് കൂടുതലും. ഈ കോട്ടൺ സാരീസ് ഒക്കെ ഞാൻ മമ്മിയുടെ തന്നെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ മമ്മിക്ക് ഉപയോഗിക്കാലോ. ഞാൻ വാങ്ങുമ്പോഴും മമ്മിക്ക് ഉപയോഗിക്കുന്ന രീതിയിലേ വാങ്ങുള്ളൂ. അപ്പൊ ഷീ ക്യാൻ ഓൾസോ യൂസ്. മമ്മി സൽവാറായി മൊത്തം. മമ്മിക്ക് ഇപ്പൊ സാരി എടുത്ത് മതി. സൽവാർ സാർ ഒക്കേഷണലി എവിടെയെങ്കിലും കല്യാണത്തിന് ഫംഗ്ഷന് പോകുമ്പോ സാരി എടുക്കുന്നല്ലാതെ ഊരിയാ മതി. ഇതാ ഫൈനലി ഒരു സാരി കൂടെ കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തീരില്ല. അതാ ഇനി ഹൈ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വ്ളോഗ് കൂടെ ചെയ്യാം. കമന്റ് ചെയ്താ മതി ആൾക്കാര്. ഓക്കെ. ഈ സാരി ഞാൻ ഏതൊരു വ്ളോഗിൽ എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. കണ്ടിട്ടുണ്ടോ? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഏതൊരു കുക്കറി വ്ളോഗിൽ നമ്മുടെ ഇട്ടിട്ടുണ്ട് ഞാനും മമ്മിയും തമ്മിൽ. മതി, എല്ലാരും ടയേർഡായി. അപ്പൊ സാരി വ്ളോഗ് കൊറേ കഥകളും ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ തന്നെ സാരീസ് ഉണ്ടായിരുന്നു. അതാണ് എല്ലാത്തിനും ഒരു കഥയുണ്ട്. ഒരു കഥ. കല്യാണത്തിന് വേണ്ടി എടുത്തത്. മായ എന്ന് പറയുന്നത് ഇന്ദ്രേട്ടന്റെ കസിൻ ആണ്. ഇന്ദ്രേട്ടന്റെ അമ്മയുടെ സിസ്റ്റർ RJ മായ. ദുബായിലെ RJ ആണ്. റെഡ് FM ഇതാ. ഓക്കെ. ഏതോ FM. മായയുടെ കല്യാണത്തിന് കൊടുത്ത സാരി. പൂർണിമ ഈ സാരി കൊടുത്ത കാര്യം
നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെയാ കൊടുത്തത്. ഇത്രയും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അതെന്തെയ്തെന്ന് അറിയോ ചേച്ചി? ബ്ലൗസ് ഇറക്കി നല്ല വർക്ക് ഒക്കെ വെച്ച് ഇറക്കി തച്ചു. അപ്പൊ പിന്നെ അധികം ട്രാൻസ്പെറന്റ് ആണെങ്കിലും കാണില്ല. എന്നിട്ട് സാരി ഇങ്ങനെ തിരിച്ചിട്ടു. അപ്പൊ ഇറ്റ് വിൽ ബി മോർ ക്ലോസ്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു സാരി കളറേ എടുത്തു വന്നപ്പോ. അപ്പൊ എന്തായാലും നമുക്ക് വ്ലോഗ് അവസാനിപ്പിക്കാലോ. മമ്മി ഹാപ്പി ആയില്ലേ? സാധനങ്ങളൊക്കെ ഒഴിഞ്ഞില്ലേ? കുറച്ച് 2 പട്ടി ഒഴിഞ്ഞു. ഇനി എത്ര എണ്ണം ഉണ്ട്? അവിടെ ഉണ്ട് കാർഡ്ബോർഡ് ബോക്സിന്റെ അകത്തൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ സാരി മാത്രമല്ല ഇത്രയും സാരിയുടെ ബ്ലൗസസും ഇല്ലേ അതൊക്കെ വേറെ വേറെ വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോന്നിനും ഓരോ ടൈപ്പ് അതൊക്കെ സാധനങ്ങൾ ആക്സസറീസ്. ഞാൻ ആലോചിക്കുന്നു ഈ സുധാചന്ദ്രനൊക്കെ വീട്ടിൽ എന്ത് കളക്ഷൻ ഓഫ് സാരി. ഒരു 2 റൂമെങ്കിലും സാരീസ് ആയിരിക്കും. കാരണം അവര് ഹിന്ദി ഒക്കെ അഭിനയിക്കുന്നതല്ലേ, ഹിന്ദി തമിഴ് മലയാളം ഒക്കെ ചെയ്യുന്നല്ലേ. അതാണെങ്കിൽ ഓരോ സാരിയുടെ കൂടെ മാച്ച് ചെയ്ത് കമ്മലുമാല വരെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് കമന്റും ചെയ്യണം. കാരണം ഇനി ഇങ്ങനത്തെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ അല്ലേ. മാത്രമല്ല ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്ന് നിങ്ങൾ പറയണം. അതനുസരിച്ചായിരിക്കും പ്രിയ അടുത്ത വ്ളോഗിൽ, സാരി വ്ളോഗിൽ അല്ലെങ്കിൽ സാരി ഉപയോഗിക്കാൻ പറ്റിയ ഒരു വ്ളോഗിൽ ആ സാരി കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ. ബൈ.